നമസ്കാരം. യൂട്യൂബിലെ ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോയെക്കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ്? ഒന്ന് പറയാവോ? ഞാൻ എന്ത് പറയാനാണ്? മോള് മോളെ അഭിപ്രായം എന്താണ്? അത് കേൾക്കട്ടെ. ഞാനല്ലേ ആദ്യം ചോദിച്ചത്, അപ്പൊ അമ്മ ഉത്തരം പറ. എന്നാ പറയട്ടെ. എനിക്ക് പറയാനുള്ളത്, ലോകത്ത് 99% ആണുങ്ങൾക്കും ഒരു ഭാര്യ ആയാലും അമ്മയായാലും എങ്ങനെയാണ് പ്രസവിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. അവർ പ്രസവ വാർഡ് പോയാൽ പുറത്ത് വരുന്നത് വരെ കാത്തു നിൽക്കും. എന്നിട്ട് എന്താ കുട്ടി നോർമലാണോ സിസേറിയനാണോ എന്ന് ചോദിക്കും. അതല്ലാതെ കണ്ട് അതിനപ്പുറം അവർക്ക് ഒരു കാര്യവും അറിയില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏതൊരാൾക്കായാലും എങ്ങനെയാണ് ലേബർ റൂമിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ പ്രസവിച്ചിട്ട് പുറത്ത് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും, ലോകത്ത് നീ ആദ്യമായിട്ടാണോ പ്രസവിക്കുന്നത് എന്നൊരു ചോദ്യം വരും. പക്ഷേ ഈ വീഡിയോ കണ്ട് ഏതൊരാണുങ്ങൾക്കും ആ ചോദ്യം ചോദിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ദിയ കൃഷ്ണയുടെ വ്ളോഗിലെ പോലെ നമുക്ക് എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് ഹസ്ബൻഡിനും റിലേറ്റീവ്സിനും ഒക്കെ പോയിട്ട് പ്രസവിക്കുന്ന സ്ത്രീയുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ? അതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലേ? അതുപോലെ തന്നെ അഥവാ അതിന് അനുമതി കിട്ടിയാലും നമ്മുടെ ഈ ഡോക്ടേഴ്സ്, നമ്മുടെ സമൂഹം അതിന് സമ്മതിക്കോ? അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്ന് പറയാവോ? അതിപ്പോൾ ആശുപത്രിയിൽ പോയാൽ ആശുപത്രിയിലെ ഡോക്ടർമാരോടും അവരെ ഇതിൽ എല്ലാവരോടും കൂടി ചോദിച്ചിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ കണ്ട് നമ്മൾ പ്രസവത്തിനെ പറ്റിയിട്ട് സമൂഹത്തോട് അനുമതി ചോദിച്ചിട്ട് നമുക്ക് പ്രസവ വാർഡിൽ പോകാനും പ്രസവിക്കാനും കഴിയില്ലല്ലോ. നല്ലതായാലും മോശമായാലും ഇപ്പോൾ സമൂഹത്തിൽ 4 വാക്ക് എന്തായാലും പറയും. അപ്പോൾ അത് നമ്മൾ അവർക്ക് ഒന്നിച്ച് നമുക്ക് ജീവിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറോട് അനുമതി ചോദിക്കണം. അങ്ങനെ എല്ലാവർക്കും പോകാൻ ഇൻട്രസ്റ്റ്. ചിലവർക്ക് പേടി ഉണ്ടാവും, ചിലവർക്ക് അത് കാണാനുള്ള ശക്തി ഉണ്ടാവില്ല, ചിലവർ എന്തിനാണ് എന്ന് ചിന്തിക്കും. പക്ഷെ താല്പര്യമുള്ളവർക്ക് പോവുക, കാണുക, അത് ഡോക്ടറോട് അനുവാദം ചോദിക്കുക, എന്നിട്ട് സ്വീകരിക്കുക. അല്ലാതെ കണ്ട് പക്ഷേ ഇത് കണ്ടതിന് ശേഷം ആരെയും കാണാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഉള്ളിൽ എന്താണ് സംഭവം നടന്നത്. ഇങ്ങനെ ആയിരിക്കല്ലോ ഒരു നിമിഷമെങ്കിലും. ഇപ്പോൾ ഇനി പുതുതായിട്ട് ആരും പ്രസവിക്കാൻ പോകുന്ന ഒരു ഇതാണെങ്കിൽ അവർ ചിന്തിക്കും, ഇപ്പം ദിയാകൃഷ്ണയുടെ ഫേസ് ഒന്ന് ഓർമ്മിക്കും, ഇതുപോലെ ആയിരിക്കും എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും എൻ്റെ പെങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും എൻ്റെ അമ്മ എന്ന് ഒരു നിമിഷമെങ്കിലും ആ കുട്ടിയെ ഓർമ്മിച്ചിട്ട് അപ്പോൾ അവിടെ നമ്മളെ ആരാണോ ഉള്ളിൽ കിടക്കുന്നത് അവരെ പറ്റി ഊഹിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞില്ലേ, നീ നിൻ്റെ അഭിപ്രായം പറ. നിനക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ? എന്താണെന്ന് നീ നിനക്ക് പറയാലോ. അമ്മ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ എന്നാൽ ഈ സമൂഹത്തിൽ ചില ആൾക്കാരുണ്ടല്ലോ, ഇത് ആക്ടിങ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത് ഈ പ്രസവത്തിൻ്റെ വ്ലോഗിനെ കുറിച്ചിട്ട്? ആക്ടിങ് ആണെന്ന് പറഞ്ഞ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ആക്ട് ചെയ്യാനും അല്ലാതെ കണ്ട് അവിടെ അഭിനയിക്കാനൊന്നും ഏതൊരമ്മക്കും സമയവും കിട്ടൂല. അവരെ അതിന് മെനക്കെടുമില്ല. എന്താ വെച്ചാൽ കുട്ടി വരുന്ന പ്രതീക്ഷ അത് എങ്ങനെയാണ് ഏതാണ് ആ ഒരു ചിന്തയല്ലാതെ കണ്ട് ആ പ്രസവ സമയത്ത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു മൂഡിലായിരിക്കും പ്രസവിക്കുന്ന സ്ത്രീ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ഇഞ്ചക്ഷൻ കൊടുത്താലും എന്ത് കൊടുത്താലും ആ കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു സമയത്ത് ആ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ അവർ വിവരമില്ലാത്തവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇപ്പം നമ്മൾ എന്ത് പറയാനാണ് മോളെ? അത് അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അതാണ് അവർ സത്യം അവരങ്ങനെ പറയുന്നത്. അമ്മമാരോടോ പെങ്ങന്മാരോടോ ഭാര്യമാരോടോ സ്നേഹം ഉണ്ടെങ്കിൽ അവരാരും ഇങ്ങനത്തെ ഒരു വാക്ക് പറയാൻ അവർ താല്പര്യപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിന്ധു കൃഷ്ണ ആയാലും ഇപ്പം കൃഷ്ണകുമാർ ആയാലും അവർ 4 മക്കളായാലും അവരാ സ്നേഹവും ഐക്യതയും അവരാ അശ്വനായാലും അവർ ദിയക്ക് കൊടുത്ത സപ്പോർട്ട് ഏതൊരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായാൽ ആ പ്രസവം എന്ന് പറഞ്ഞത് ഒരു ഈസി ആയിട്ട് നമുക്കൊരു ഇതായിട്ട് കാണാൻ പറ്റുന്ന എൻ്റെ അഭിപ്രായത്തിൽ. അവർക്ക് എത്ര ടെൻഷനായാലും എത്ര വിഷമായാലും അത് അവരെല്ലാവരും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നല്ല ഒരു തോന്നൽ ആ കുട്ടി നല്ല ധൈര്യത്തോടെ നല്ലതായിട്ട് കാണാൻ പറ്റി. പിന്നെ ഇപ്പം പറഞ്ഞില്ലേ അത് ആക്ടിങ് ആണെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ആ പ്രസവ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയുടെ ചുണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഒരു ആക്ടിങ്ങിൽ അതൊന്നും ആ സമയത്ത് അതൊന്നും ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷേങ്കിൽ അതൊന്നും
മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാണ്? എനിക്കൊന്നും പറയാനില്ല. ആ കുട്ടിക്ക് ആയുസ്സും ആരോഗ്യവും നന്മയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം പറഞ്ഞതിന് താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതുപോലെ തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് എല്ലാവരും എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സൈനിങ് ഓഫ് രജീഷ്. താങ്ക് യു.